Good afternoon. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൗസ് കീപ്പിംഗ് സർവീസ് ആണല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ വരെയായിരുന്നു പറഞ്ഞത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. അവിടെ വരെയല്ലേ പറഞ്ഞത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ഹൗസ് കീപ്പിംഗ് വേണ്ടത്, ഹൗസ് കീപ്പിംഗ് സർവീസിന് വേണ്ടത്. ആ പോയിന്റ്സുകളല്ലേ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീനിങ് ആണ് അല്ലെ? വർക്ക് ഓഫ് ക്ലീനിങ്, ദാറ്റ് ഈസ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ക്ലീനിങ് വർക്കുകൾ അല്ലെ, ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഹൗസ് കീപ്പിംഗിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത് നോക്കിയേ. The department is accountable for various tasks. ഈ ഡിപ്പാർട്ട്മെന്റിൽ പല ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. അക്കൗണ്ടബിൾ ഫോർ വേരിയസ് ടാസ്ക്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസ്, അതിന് പല ഉത്തരവാദിത്വം ഉണ്ട്, പല ടാസ്കുകളുണ്ട്. The following are some of the functions. ഇപ്പൊ ചോദിക്കാം കേട്ടോ, which of the following is included in functions of housekeeping? ഏതൊക്കെയാണ് ഫങ്ഷൻസ് വരുന്നത്? ഫസ്റ്റ് നോക്കിയേ, ഡെയിലി ക്ലീനിങ്. എല്ലാ ദിവസവും നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യൂലേ നിങ്ങളുടെ റൂമുകള്, ഓരോ ഫ്ലോറുകള്, എല്ലാ സെക്ഷനുകളും അവര് ക്ലീൻ ചെയ്യൂലേ? എല്ലാ ദിവസവും ക്ലീനിങ്ങിന് വരൂലേ അല്ലെ? അതൊരു ടാസ്ക് ആണ്, എല്ലാ ദിവസവും ഉള്ള ക്ലീനിങ്, ഡെയിലി ക്ലീനിങ്. രണ്ടാമത്തെ നോക്കിയ പീരിയോഡിക് ക്ലീനിങ്. അടുത്താണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഡിസ്ചാർജ് ക്ലീനിങ്. ചാപ്റ്റർ ഒന്ന് പറയാവോ? ചാപ്റ്റർ നിങ്ങളുടെ ഇതിനകത്ത് എത്രയൊക്കെ എടുക്കുന്നേ? ചാപ്റ്റർ 21 ആണോ എടുക്കാം? അല്ല, മൊഡ്യൂൾ വെച്ചിട്ട് എത്രയാ എടുക്കാം? മൊഡ്യൂൾ 3, ചാപ്റ്റർ 3 ആണ് കേട്ടോ. പേജ് നമ്പർ എത്ര? 121 ആ. ഷെയർ ചെയ്തായിരുന്നല്ലോ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തു. പേജ് നമ്പർ എത്രയാ? 21 ആ. 21. ഓക്കെ അനുഷ. പേജ് നമ്പർ 21, ചാപ്റ്റർ 3, 4th മൊഡ്യൂളിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അടുത്ത നോക്കിയേ, discharge cleaning, പിന്നെ extermination bugs and pests, then preventing spread of infection and ensuring conditions for good patient care, then watering indoor plants. അപ്പൊ ഇത്രയാണ്, ഇങ്ങനെ 7 ഫങ്ഷൻസ് ആണ് അവിടെ ഹൗസ് കീപ്പിംഗ് സർവീസിൽ വരുന്നത് കേട്ടോ. ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റത്തെയാണ് ഡെയിലി ക്ലീനിങ്. നമുക്കറിയാം അല്ലെ, എല്ലാ ദിവസവും ഉള്ള ക്ലീനിങ്. അപ്പൊ എന്തൊക്കെയാണ് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത്? ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ്. എന്ന് വെച്ചാൽ എന്താ? സ്വീപ്പിംഗ്, തൂത്തുവാരുക അല്ലെ, അടിച്ചു വാരുക അല്ലെ. ആൻഡ് മോപ്പിംഗ് ഫ്ലോർ, തുടയ്ക്കുക. എല്ലാ ദിവസവും അടിച്ചു വാരുക, തുടയ്ക്കുക. ഫ്ലോറുകള് അല്ലേ, നമ്മളുടെ തറയൊക്കെ എല്ലാ ദിവസവും ആദ്യം തന്നെ അടിക്കും, പിന്നെ അത് എന്താ പറയാ, അത് തുടയ്ക്കും അല്ലേ. സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, തറകള് അടിച്ച് തുടയ്ക്കുന്നു. ഡസ്റ്റിംഗ്, പൊടികളൊക്കെ എന്ത് ചെയ്യുന്നു? തട്ടുന്നു. ഡസ്റ്റിംഗ്, ഫർണിച്ചേഴ്സ്, ഫർണിച്ചേഴ്സ് അങ്ങനെയാണ് അത്. ആ കോമ അവിടെ വേണ്ട. ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സിലേക്ക് ഉള്ള പൊടിപടലങ്ങളൊക്കെ തട്ടുന്നു. ക്ലീനിങ് ഫിക്സഡ് വാൾസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഫർണിച്ചർ ആണ് കേട്ടോ. ക്ലീനിങ് ഫിക്സഡ് വാൾസ്, അതായത് ആ വാളില് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങള്, ഫർണിച്ചർ സാധനങ്ങളൊക്കെ അങ്ങനെയുള്ളത്. ദെൻ സീലിങ്ങുകൾ തുടയ്ക്കുന്നു. വിൻഡോസ് ആൻഡ് ബാത്റൂം, ജനലുകൾ തുടയ്ക്കുന്നു. ബാത്റൂമുകൾ കഴുകുന്നു. എംപ്റ്റി ട്രാഷ് ആൻഡ് ഡീഫോസ്റ്റിംഗ് റെഫ്രിജറേറ്റേഴ്സ് ഇൻ നേഴ്സിംഗ് സ്റ്റേഷൻ. ട്രാഷ് എന്ന് പറഞ്ഞാൽ ചവിറ്റുകുട്ടിയാട്ടോ, വേസ്റ്റ് ബാസ്കറ്റ്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? അപ്പൊ അടിച്ചു വാരുമ്പോഴ് അവര് അടിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കളയൂലേ, നമ്മുടെ വേസ്റ്റ് ബാസ്കറ്റ് ക്ലീൻ ചെയ്യൂലേ.
അതിനകത്തുള്ള വേസ്റ്റ് ഒക്കെ അടിച്ചു വരുന്നതിന്റെ ഒപ്പം തന്നെ അവരത് കളയും അല്ലെ, എന്നിട്ട് കൊട്ട ക്ലീൻ ആക്കി വെക്കും. അത് അടിക്കണതിന്റെ ഒപ്പം തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. എംറ്റി ട്രാഷ് എന്ന് പറഞ്ഞാൽ ട്രാഷ് ചവറ്റുകുട്ട കാലിയാക്കുക, എംറ്റി ആക്കുക. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, അത് കളയുന്നു, ചപ്പും ചവറും സാധനങ്ങളൊക്കെ കളയുന്നു. ആൻഡ് ഡിഫോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ ഇൻ നേഴ്സിംഗ് സ്റ്റേഷൻ, അതായത് നേഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്റർ അല്ലേ, അതൊക്കെ എന്ത് ചെയ്യുന്നു, അതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു. ഐസൊക്കെ റെഫ്രിജറേറ്ററിലൊക്കെ ഐസൊക്കെ പിടിക്കൂലേ, അപ്പൊ ഈ ചില മരുന്നുകളൊക്കെ നമ്മൾ റെഫ്രിജറേറ്ററിൽ തന്നെ വെക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നേഴ്സിംഗ് സ്റ്റേഷനിലുള്ള അങ്ങനെ റെഫ്രിജറേറ്റേഴ്സ് ഒക്കെ ഐസ് മാറ്റിയിട്ട് തുടച്ച്, ഐസൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ ഐസൊക്കെ കട്ട പിടിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടിട്ട് അല്ലെ, അത് ഓഫ് ആക്കിയിട്ട് നമ്മളത് ആ ഐസൊക്കെ മെൽറ്റ് ചെയ്ത് അത് ഫ്രീസ് ആയി പോയി കഴിയുമ്പോൾ അങ്ങോട്ടൊക്കെ തുടയ്ക്കും അതുപോലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് അതിനകത്ത് ഡെയിലി ക്ലീനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ, ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ ചോദിക്കാം കേട്ടോ. സാധാ ചെയ്യുന്നതാണ്, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, ഡസ്റ്റിംഗ് ഫർണിച്ചർ, cleaning fixture walls, ceilings, windows and bathroom, then emptying trash and defrosting refrigerator in nursing station. അടുത്തതാണ് പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്, എല്ലാ ദിവസവും ചെയ്യുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ചെയ്യുന്നതല്ല. This includes എന്തൊക്കെയാണ് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത്, വാഷിംഗ് വിൻഡോസ്, ജനലുകള് എല്ലാ ദിവസവും ജനല് എന്താ പറയാ വാഷ് ചെയ്യോ, കഴുകോ? നമ്മളും ഇടയ്ക്കല്ലേ, ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ജനലൊക്കെ തുടയ്ക്കുള്ളൂ അല്ലെ. അല്ലാത്തപ്പോ തറയൊക്കെ അടിക്കൽ എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യും. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ അല്ലെ, നമ്മളെ പെരയൊക്കെ അടിച്ചൊക്കെ തുടയ്ക്കുക എല്ലാ ദിവസവും, പക്ഷെ ജനലുകളൊക്കെ എല്ലാ ദിവസവും തുടയ്ക്കുകയൊന്നും ചെയ്യൂല അല്ലെ. അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. കണ്ട, വാഷിംഗ് വിൻഡോസ് കഴുകുക. ദെൻ വാക്സിംഗ് ഫ്ലോർസ്, വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡീപ്പ് ക്ലീനിങ് ആട്ടോ. എഴുതി വെച്ചോ അവിടെ. വാക്സിംഗ് ഫ്ലോർസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡീപ്പ് ക്ലീനിങ്, കുറച്ചുകൂടി ആഴത്തിലുള്ള ക്ലീനിങ്, അല്ലെ ആഴത്തിൽ തുടയ്ക്കുന്നു, കുറച്ചും കൂടി ഡീപ്പായിട്ട് തുടയ്ക്കുന്നു. വാക്സിംഗ് ഫ്ലോർസ്. ദെൻ ക്ലീൻ ചെയ്യുന്നു. വാക്സിംഗ് ഫ്ലോർ ക്ലീനിങ്. ദെൻ കാർപ്പറ്റ്സ്, അവിടെയും നമുക്ക് എന്താ പറയാ, കാർപ്പറ്റ്സ് ക്ലീൻ ചെയ്യാന്ന് തന്നെ പറയാം കേട്ടോ. ഓരോന്ന് കോമ ഇട്ടിട്ടുണ്ട് അവിടെ. ക്ലീനിങ് കാർപ്പറ്റ് എന്ന് നമുക്കത് ആ കോമ വേണ്ട അവിടെ. വെറുതെ കാർപ്പറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ലോ. കാർപ്പറ്റ് ക്ലീൻ ചെയ്യുക. നമ്മുടെ ചവിട്ടികള് നമ്മൾ കഴുകാറില്ല ഇടയ്ക്കിടയ്ക്ക്, ചവിട്ടിയൊക്കെ എടുത്ത് അല്ലേ, പീരിയോഡിക് ആയിട്ട് എല്ലാ ദിവസവും ചവിട്ടി കഴുകുവാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അല്ലേ, ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചിലപ്പോ ചവിട്ടികളൊക്കെ എടുത്ത് കഴുകും. ക്ലീനിങ് കാർപ്പറ്റ്, ആ കോമ വേണ്ട കേട്ടോ അവിടെ. ദെൻ ഡസ്റ്റിംഗ്, പൊടികളൊക്കെ തട്ടുന്നു. ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രേപ്പേഴ്സ്. ഓക്കെ, ഡസ്റ്റിംഗ് ഹൈ സീലിങ്സ്, പൊടികള് ആ സീലിംഗിലെ നമ്മുടെ മുകളിലുള്ളത് അല്ലെ, പൊടികളൊക്കെ തട്ടുന്നു. നമ്മൾ മാറാമ്പലം ഇതൊക്കെ കളയൂലേ, മാറാല പിടിച്ചേക്കുന്നത്, അവിടുത്തെ പൊടിപടലങ്ങള് സീലിംഗിലുള്ളത് അതൊക്കെ കളയുന്നു. ദെൻ ചേഞ്ചിങ് ഡ്രേപ്പറീസ് എന്ന് വെച്ചാൽ നമ്മുടെ തുണിത്തരങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നു, മാറ്റുന്നു. ഇപ്പൊ ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ ഇപ്പൊ അതൊക്കെ എല്ലാ ദിവസവും ഒരിടത്തൊക്കെ ആയിരിക്കും ചിലപ്പോ ഒക്കെ ചെയ്യുന്നത് അല്ലെ. ഡ്രേപ്പറീസ് തുണിത്തരങ്ങളാണ് കേട്ടോ, തുണിത്തരങ്ങൾ അതൊക്കെ മാറ്റുന്നു. അപ്പൊ അതൊക്കെയാണ് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത്. അതും നോക്കി വെക്കുക കേട്ടോ. പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന ഏതാണ്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാക്സിംഗ് ഫ്ലോർ ആയിരുന്നു കൊടുത്തേക്കുന്നത്. അപ്പൊ തറ ഡീപ്പായിട്ട് തുടയ്ക്കുക, അത് ഏത് ക്ലീനിങ്ങിൽ വരുന്നതാണ് കേട്ടോ, പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നതാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണത്. നെക്സ്റ്റ് നോക്കിയേ, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് എന്ന് പറഞ്ഞാൽ എന്താ, ചവറ്റുകുട്ട, വേസ്റ്റ് ബാസ്കറ്റ്, ആൻഡ് ഗാർബേജ്, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഗാർബേജ് റിമൂവൽ, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ.
അതായത് വേസ്റ്റ് കുട്ടിയൊക്കെ നമ്മൾ ക്ലീൻ ആക്കും, ഗാർബേജ് മാലിന്യങ്ങൾ റിമൂവ് ചെയ്യുക. ദിസ് ഇൻക്ലൂഡ്സ് കളക്ടിങ് ട്രാഷ് ആൻഡ് ഗാർബേജ് ഫ്രം വേരിയസ് പോയിന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അല്ലെ, ഹോസ്പിറ്റലിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള പല എന്താ റൂമുകളിൽ നിന്ന് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പല ഏരിയകളിൽ നിന്നുള്ള പല പോയിന്റിൽ നിന്നുള്ള ഹോസ്പിറ്റലിലുള്ള പല വേസ്റ്റുകള്, ഗാർബേജുകള്, മാലിന്യങ്ങള് അതൊക്കെ ഒരുമിച്ചാണ് നമ്മൾ അല്ലെ, അതെല്ലാം പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യുന്ന ഓരോന്നോരോന്നും നമ്മൾ കൊണ്ടുപോയി അത് ഡിസ്പോസ് ചെയ്യല്ല ചെയ്യുന്നത് അല്ലെ. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ചാക്കും, അതാണ്. ആൻഡ് മൂവിങ് ദം ടു ഇൻസിനറേറ്റർ ഡംസ്റ്റേഴ്സ്. ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ഡംസ്റ്റേഴ്സ് വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബീഷ്. എന്താ നമുക്ക് കുപ്പക്കൂന എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതെല്ലാം കൂടി എല്ലായിടത്തും പല പോയിന്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചിട്ട് അതെല്ലാം കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു കണ്ടെയ്നർ അല്ലെങ്കിൽ അതിലേക്ക് വെക്കും. അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കൂമ്പാരം, കുപ്പക്കൂന, ഈ ചവറ് അതൊക്കെ ഒരുമിച്ച് ആണ് ഡിസ്പോസ് ചെയ്യുന്നത്. അല്ലാതെ ഓരോ റൂമിൽ നിന്ന് എടുക്കുന്നത് കുളപ്പൊക്കെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. റബീഷ് എന്ന് വെച്ചാൽ കുപ്പക്കൂന എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള പല പോയിന്റിൽ നിന്നുള്ള ആ മാലിന്യങ്ങള്, വേസ്റ്റുകള്, ചവറ്റുകുട്ടകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന മാലിന്യങ്ങള് ശേഖരിച്ചിട്ട് ഇൻസിനറേറ്റർ അത് കത്തിക്കാനായിട്ടുള്ള ആ ഒരു ഇത് അല്ലെങ്കിൽ ഡംസ്റ്റർ എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്, വലിയൊരു കണ്ടെയ്നർ ആണ്, ലാർജ് കണ്ടെയ്നർ ഫോർ റബീഷ്. അതായത് ആ കുപ്പക്കൂന എന്ന് പറയും, അതായത് എന്താ എല്ലാം കൂടി ഒറ്റ ഒരു ഇതിലേക്ക് ഡംപ് ചെയ്യും, അതാണ് ഡംസ്റ്റർ. അവിടെ അത് കത്തിച്ച് കളയോ അങ്ങനെ അത് ഡിസ്പോസ് ചെയ്യുക ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് ഓരോന്നും അപ്പൊ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യല്ല, അതൊക്കെ പല പോയിന്റിൽ നിന്ന് കളക്ട് ചെയ്തത് ഒരുമിച്ചാക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നു, കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡംസ്റ്റേഴ്സ് വലിയ കണ്ടെയ്നറിലേക്ക് കളക്ട് ചെയ്ത് അത് അവിടെ നശിപ്പിക്കുകയൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. അത് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഡിസ്ചാർജ് ക്ലീനിങ്. This includes cleaning the patient room after discharge. അപ്പൊ എന്താ ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുമ്പോ എന്താണ്, നമ്മുടെ ഡിസ്ചാർജിന് ശേഷം പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ, ആഫ്റ്റർ ഡിസ്ചാർജ് ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ് ആൻഡ് മേക്ക് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. അടുത്ത ഒരു പേഷ്യന്റിന് അത് ഉപയോഗിക്കാൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആൻഡ് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. നമ്മൾ ചിലപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ ചിലപ്പോ അവർ പറയും 10 മിനിറ്റ് കേട്ടോ, ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലെ. നമ്മൾ പോകുന്നതിന് ശേഷം ചിലപ്പോ നമ്മൾ പോരാനായിട്ട് എല്ലാരും കടക്കി വെക്കുമ്പോഴത്തേക്കും ക്ലീനിങ്ങിന് സ്റ്റാഫ് വന്നിട്ടുണ്ടാവും അല്ലെ. ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ, അതായത് നമ്മളൊരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി, എന്നിട്ട് പുതിയ പേഷ്യന്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്. അത് ഡീപ് ക്ലീനിങ് ആണ് അല്ലെ. സാധാരണ അടിക്കുന്ന പോലെ അല്ല അന്നേരം ചെയ്യുന്നത്, എല്ലാരും ക്ലീൻ ചെയ്യും അല്ലെ. അപ്പൊ അതായത് പഴയ പേഷ്യന്റ് പോയി കഴിയുമ്പോൾ ഫുള്ളായിട്ട് അല്ലെ എല്ലാരും നമ്മള് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ക്ലീനിങ്. The cleaning the patient room after discharge. അത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഡിസ്ചാർജിന് ശേഷം പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യുന്നു. അത് ഏത് ക്ലീനിങ്ങിൽ വരുന്ന ഓപ്ഷൻസ് കൊടുക്കും കേട്ടോ. പീരിയോഡിക് ക്ലീനിങ് കൊടുക്കും, ഡെയിലി ക്ലീനിങ്, ഡിസ്ചാർജ് ക്ലീനിങ്. ഡിസ്ചാർജ് ക്ലീനിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ആൻസർ അത് സെലക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അത് ഡിസ്ചാർജ്, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയതിന് ശേഷം ചെയ്യുന്ന ക്ലീനിങ് ആണ് ഡിസ്ചാർജ് ക്ലീനിങ്. അപ്പൊ അത് ക്ലീൻ ചെയ്തിട്ട് അടുത്ത പേഷ്യന്റ് വരാനായിട്ട് ആ റൂം റെഡി ആക്കണം, അതാണ് ഉദ്ദേശം അല്ലെ. അടുത്ത പേഷ്യന്റ് വരുമ്പോഴത്തേക്കും ആ റൂം ക്ലീൻ ആയിരിക്കണം അല്ലെ. അടുത്ത പേഷ്യന്റിന് വേണ്ടിയിട്ട് റൂം റെഡി ആക്കുക ചെയ്യുന്നത്, ക്ലീൻ ചെയ്യാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എക്സ്ട്രിമിനേഷൻ ബഗ്സ് ആൻഡ് പെസ്റ്റ്. എക്സ്ട്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യുക, നശിപ്പിക്കുക. എക്സ്റ്റർമിനേഷൻ എന്താണ്, നശിപ്പിക്കുക. എന്തിനെ? ബഗ്സ് കീടങ്ങളെ, ആൻഡ് പെസ്റ്റ് പ്രാണികളെയും അല്ലെ. ചെറിയ ചെറിയ പ്രാണികള് കീടങ്ങളെയൊക്കെ നശിപ്പിക്കുക. അതും ഹൗസ് കീപ്പിങ്ങിന് തന്നെയാട്ടോ, അതിന്റെ ഒരു പ്രവർത്തനമാണ്. പല്ലി, പാറ്റ അല്ലെ അങ്ങനെയൊക്കെയുള്ള ചെറിയ എലികള്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കീടങ്ങളും പ്രാണികളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ ഉന്മൂലനം ചെയ്യുക.
അടുത്ത നോക്കിയേ, പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. അടുത്ത ഹൗസ് കീപ്പിംഗിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. എന്താ? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. കണ്ടോ? പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. ആൻഡ് എൻഷുറിങ്, ഉറപ്പുവരുത്തുന്നു. കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ലൊരു രോഗി പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ഉറപ്പുവരുത്തുന്നു. എൻഷുറിങ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു അല്ലെ? ഇൻഫെക്ഷൻ വേറെ ആളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് തടയുക ചെയ്യുന്നത് അല്ലെ? ക്ലീനിങ്, പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇൻഫെക്ഷനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. ആൻഡ് അതിന്റെ ഒപ്പം എന്താ പറഞ്ഞേക്കുന്നത്? എൻഷുറിങ്, ഉറപ്പുവരുത്തുക. എൻഷുറിങ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ലൊരു രോഗി പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. ദെൻ ലാസ്റ്റത്തെ ഫംഗ്ഷൻ ആണ് വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സ് നനയ്ക്കുക, അറിയാലോ. ഇൻഡോർ പ്ലാന്റ്സ് നനയ്ക്കുക. ഓക്കെ, അപ്പൊ അത്രയും ഫങ്ഷൻസ് ആണ് നോക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. പല തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് ഉണ്ട്. അതിനകത്ത് രണ്ടെണ്ണമാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഏതാണ്? ഇൻ ഹൗസ് സർവീസും അല്ലെങ്കിൽ ഇൻ ഹൗസ് സർവീസസ് ഓർ ഇൻ സോഴ്സിംഗ് സർവീസസ്. ഇൻസോഴ്സിംഗ് സർവീസസ് അങ്ങനെയും പറയാം കേട്ടോ. ഇൻഹൗസ് സർവീസസ് അതർവൈസ് നോൺ ആസ് ഇൻസോഴ്സിംഗ് സർവീസസ്. അതെന്താണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സർവീസ് ആണ് അല്ലെ? പേരിൽ നിന്ന് തന്നെ അറിയാം നമുക്ക്. ഇൻസോഴ്സിംഗ് സർവീസസ്. എന്താണ് ഇൻസോഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലെ നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്നതാണ് ഇൻ ഹൗസ് സർവീസ് അല്ലെങ്കിൽ ഇൻസോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. ഒരു ഹോസ്പിറ്റലിലെ ഓൾറെഡി അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്ന രീതി. ഒരു ഹോസ്പിറ്റലിലെ നിലവിലുള്ള ജോലിക്കാരെ ആ ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻസോഴ്സിംഗ് സർവീസസ്. ക്ലിയർ ആണോ? നോട്ട് ചെയ്തോ? ഒരു ഹോസ്പിറ്റലിലെ നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്ന രീതി. ഓക്കെ, അപ്പൊ ഔട്ട്സോഴ്സിംഗ് എന്തായിരിക്കും? ഔട്ട്സോഴ്സിംഗ് എങ്ങനെയാ? ജോലി ചെയ്യുന്നതിനായിട്ട് പുറമേന്ന് അല്ലെ, പുറം കമ്പനിയോ അല്ലെങ്കിൽ കരാറുകാരോ നമുക്ക് കരാറിന് കൊടുക്കാം. ഇപ്പൊ നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിൽ നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ തന്നെ നമ്മള് ഇത് വാഷ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അവര് കരാറിന് അല്ലെ കൊടുക്കാന്ന് പറഞ്ഞു. റെന്റിന് ഇത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യിക്കാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതെന്താ പറഞ്ഞേക്കുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ എന്താണ്? ആ ജോലി ചെയ്യുന്നതിനായിട്ട് പുറം കമ്പനിയോ അല്ലെങ്കിൽ കരാറുകാരനെയോ നിയമിക്കുന്നതാണ് ഔട്ട്സോഴ്സിംഗ്. ക്ലിയർ ആയോ? ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇൻസോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിലുള്ള അവിടെ നിലവിലുള്ള ആളുകളെ ജോലി ഏൽപ്പിക്കുന്ന രീതി. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ പുറമേയുള്ള ആളുകളെ ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ്. ജോലി ചെയ്യാനായിട്ട് ഒരു കരാർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പുറം കമ്പനിയൊക്കെ നിയമിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ്. ഇനി നോക്കി, ഇവിടെ ഒരു ടേബിൾ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. എന്താണ് ഒന്നോടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടെ 3 കോളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ് 2 തരം ഏതൊക്കെയാണ്? ഇൻസോഴ്സിംഗ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും. ഇലമെന്റ്സ് ആണ് ഓരോ കൊടുത്തിരുന്നത്, ഓരോ ഇലമെന്റ്സ്. അതിനകത്ത് ഇൻഹൗസ് സർവീസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാണ്, ആ ഡിഫറൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ടേബിൾ ആയിട്ട് തിരിച്ചേക്കണേ കേട്ടോ. എന്താണെന്ന് ഒന്ന് നോക്കി വെക്കാം നമുക്ക്. അതിനകത്ത് നോക്കി ഇലമെന്റ്സ്. ഫസ്റ്റ് ഇലമെന്റ് ആണ് നമ്പർ, എണ്ണം. ആർക്കിടെ എണ്ണാണ്? സ്റ്റാഫിന്റെ എണ്ണം. ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുന്ന സ്റ്റാഫിന്റെ എണ്ണം. എങ്ങനെയാണ് എണ്ണം? ഇൻഹൗസ് സർവീസിലാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റാഫിന്റെ എണ്ണം? ഫിക്സ്ഡ് ആണ്. കണ്ടോ? അത് ഇത്ര ആളുകൾ, അത് ഉറപ്പായിട്ടുള്ളതാണ് നമുക്ക്. ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ.
അംഗീകാരം അനുസരിച്ച് അത് എന്താണ് പറഞ്ഞേക്കുന്നത്, അത് ഫിക്സ്ഡ് ആണ്. ഇപ്പൊ ഇത്ര പേരാണ് ആ ഓർഗനൈസേഷനിലുള്ള ആളുകൾ തന്നെയല്ലേ, അവരെയാണ്. അപ്പൊ അവര് 10 പേര്, അത് ഫിക്സ്ഡ് ആണ്. 10 പേര് എന്നും ആ ജോലിക്ക് ഇതാണ് അവരെ. ഓക്കെ, ഫിക്സ്ഡ് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇൻഹൗസ് സർവീസില് സ്റ്റാഫിന്റെ നമ്പർ എങ്ങനെയാ, ഫിക്സ്ഡ്. ക്ലിയർ ആണോ, ഫിക്സ്ഡ്. ഇനി ഔട്ട്സോഴ്സിംഗ് സർവീസസിൽ എങ്ങനെയാന്ന് നോക്കിയേ, ക്യാൻ വേരി. എന്താ ഇത്ര ആളുകൾ എന്ന് വെച്ചാൽ കൃത്യമില്ല അവിടെ. അവിടെ എന്താ വ്യത്യാസപ്പെടാം. എന്തിനനുസരിച്ചാ, ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇപ്പൊ ഇവിടെ ഇൻഹൗസിലാണെങ്കിൽ എത്ര വർക്ക് ലോഡ് ആണെങ്കിലും അത്രയും ആ ഫിക്സ്ഡ് ആണ്. സ്റ്റാഫ് ഫിക്സ്ഡ് ആണ്, അവരാ ജോലി ചെയ്യണം അല്ലെ, അവരത് തീർക്കണം. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസിലാണെങ്കിൽ ഇത്ര ഫിക്സ്ഡ് അല്ല, അവിടെ സ്റ്റാഫ് ഫിക്സ്ഡ് അല്ല, അത് വ്യത്യാസപ്പെടാം. ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ് അല്ലെ, വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇപ്പൊ കരാറൊക്കെ എടുക്കുന്ന ആള്, അവരാണ് സ്റ്റാഫിനെ കൊണ്ട് പണിയിപ്പിക്കുന്നതെങ്കിൽ കുറച്ച് ജോലിയുള്ളൂ, അപ്പൊ അവിടെ 10 സ്റ്റാഫുകൾ വേണോ, വർക്ക് ചെയ്യാനായിട്ട് 10 പേര് വേണോ? ജോലി കുറവാണെങ്കിൽ കുറച്ച് 2 പേരൊക്കെ മതിയാവും. 2 പേര് തീർക്കുന്ന ജോലിയാണെങ്കിൽ 2 പേര് മതിയാവും അവിടെ അല്ലേ. മറ്റേതാണ് എന്താ പറയാ, അതാന്ന് വെച്ചാൽ കൂടുതൽ. ഇപ്പൊ ഒരു 10 പേര് തീർക്കേണ്ട ജോലിയാണെങ്കിൽ അവര് 10 പേര്. അത് ഫിക്സ്ഡ് അല്ല അവിടെ. ആ വർക്ക് ലോഡ് അനുസരിച്ച് അവിടെ വ്യത്യാസപ്പെടാം, സ്റ്റാഫിന്റെ എണ്ണം വ്യത്യാസപ്പെടാം. ഇവിടെ ഇൻഹൗസ് സർവീസസ് ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അവര് 10 പേർക്ക് ആ ജോലിയില്ല. അപ്പൊ കുറച്ച് ജോലിയാണെങ്കിലും കൂടുതൽ ജോലിയാണെങ്കിലും 10 പേര് തന്നെ, അവര് ഫിക്സ്ഡ് ആണ്. ക്ലിയർ അല്ലേ ഫസ്റ്റത്തെ നമ്പറിന്റെ കാര്യം? ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. രണ്ടാമത്തെ നോക്കിയ കൺട്രോൾ. ഇനി അതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എങ്ങനെയാ? ഇൻസോഴ്സിലാണെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾ. ആരാണ് കൺട്രോൾ ചെയ്യുന്ന ആള് അവിടെ? ഓർഗനൈസേഷൻ ആണ് അല്ലെ. അടുത്ത ഓർഗനൈസേഷനാണ്, ഓർഗനൈസേഷനാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഡയറക്റ്റ് കൺട്രോൾ ആണ്. ആ ഹോസ്പിറ്റലിലെ നേരിട്ടുള്ള നിയന്ത്രണം, ആ സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആ ഓർഗനൈസേഷൻ ആണ്, അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ അല്ലെ. ഡയറക്റ്റ് കൺട്രോളാ വരുന്നത്. അടുത്ത നോക്കി, നമുക്ക് ഇൻഡയറക്റ്റ് ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിലോ നോക്കിയേ, ത്രൂ കോൺട്രാക്ടർ. കണ്ടോ, ആ കോൺട്രാക്ടറിനെ അനുസരിച്ച്, അതായത് കോൺട്രാക്ടറിനെ അനുസരിച്ച് ആ കോൺട്രാക്ടറാണ് കൺട്രോൾ ചെയ്യുന്നത്. അയാൾ എങ്ങനെയുള്ള ആളാണ് അതുപോലെ ആയിരിക്കും സ്റ്റാഫിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് അല്ലേ. ചിലവര് പറയും നല്ല സ്ട്രിക്റ്റ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും കൺട്രോൾ വരുന്നത്, ചിലത് വളരെ ലിബറൽ ആയിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാ പറയാ, കൺട്രോള് അതിനനുസരിച്ചായിരിക്കും. അപ്പൊ അതാണ് പറഞ്ഞേക്കണേ, കോൺട്രാക്ടർ ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. മൂന്നാമത്തെയാണ് ഡിസിപ്ലിൻ. ഇനി എങ്ങനെയാണ് ഡിസിപ്ലിൻ? ലോങ് റോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. നീണ്ട ഒരു ഭരണ പ്രക്രിയയാണ്. അതായത് ഡിസിപ്ലിൻ എങ്ങനെയാണ്? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് എന്താ, ഒരു നീണ്ട ഒരു പ്രക്രിയയാണ്. അതായത് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ ഒരു അച്ചടക്കം എന്ന് പറയുന്നത്. സ്റ്റാഫിന്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ്, അത് ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ് വരുന്നത്. ദെൻ ഇവിടെ നോക്കിയേ, നമുക്ക് ഔട്ട്സോഴ്സിംഗിലാണെങ്കിൽ ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ഡിസിപ്ലിൻ? കോൺട്രാക്ടറിന്റെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി ആണ് ഏത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അല്ലെ, ആ സ്റ്റാഫിന്റെ ഡിസിപ്ലിൻ. അടുത്ത നോക്കിയ നാലാമത്തെ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ തുടർച്ച, കണ്ടിന്യൂറ്റി എങ്ങനെയാ? assures hence standard of service can be more stable. എങ്ങനെയാണ്? എങ്ങനെ അഷ്യൂർസ്, നമ്മൾ അഷ്യൂർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തുക, ഉറപ്പ് നൽകുന്നു. എങ്ങനെ? ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. അത് ആ സേവന നിലപാടനുസരിച്ച് അത് സ്ഥിരമായിരിക്കും. കണ്ടിന്യൂറ്റി എങ്ങനെയാണ്? ആ സ്ഥിരമായിരിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, അതായത് ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റലില് നമുക്ക് എന്താ 10 സ്റ്റാഫുകൾക്കാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്, അവരാണ് സ്ഥിരം. ആ 10 സ്റ്റാഫുകൾക്ക് ആ ഒരു വർക്കാണ്. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, അതായത് എന്താ പറയാ, ആ വർക്ക് അങ്ങനെ തന്നെയായിരിക്കും അല്ലെ. ആ വർക്ക് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നേ അല്ലെ.
അതിൽ വേറെ ഏറ്റക്കുറച്ചില് കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിൽ എങ്ങനെയാണ്? സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, ഹെൻസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ സർവീസ് ക്യാൻ വേരി. അല്ലെ, സ്റ്റാഫ് മാറുന്നതിന്റെ അനുസരിച്ച് ആ സർവീസിന്റെ ആ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് വ്യത്യാസപ്പെടൂലേ? അല്ലേ? നമ്മൾ പറയും നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ, ചില ജോലിക്കാർ വരുമ്പോ എന്താ പറയാ, നല്ല ഇതായിരിക്കും, നല്ല ക്ലിയർ ആയില്ല. ഓക്കെ, ഒന്ന് നോക്കി ഒന്നാടെ. കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞ സ്റ്റാഫിന്റെ ആ കണ്ടിന്യൂറ്റി, തുടർച്ച, ജീവനക്കാരുടെ തുടർച്ച. അതായത് ഇൻഹൗസ് സർവീസിലാണെങ്കിൽ എന്താണ്, അതൊരു ഉറച്ചതാണ്, ഉറപ്പുണ്ട്, അഷ്യൂസ്. ഹെൽസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ മോർ സ്റ്റേബിൾ. ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ്, അവർ ചെയ്യുന്ന സർവീസ്, അതിന്റെ സ്റ്റാൻഡേർഡ് സ്ഥിരമാണ്, സ്റ്റേബിൾ ആണ്. അതാ ഞാൻ പറഞ്ഞത്, 10 ജോലിക്കാര് അത് സ്ഥിരം ഫിക്സ്ഡ് ആണ് അവര്, അല്ലെ? അപ്പൊ അവര് പറഞ്ഞു ആ സ്റ്റാൻഡേർഡ് അങ്ങനെ തന്നെയല്ലേ നിൽക്കോളൂ, ആണോ? ആ സ്റ്റാൻഡേർഡ് അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? 10 പേര് ഇപ്പൊ എന്താ പറയാ, ആ വർക്ക് ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമുക്ക് ഇപ്പൊ 10 പേരെ നമ്മൾ ജോലിക്ക് നിർത്താം. അവരെല്ലാ ദിവസവും 10 പേര് തന്നെയാ. അപ്പൊ അത് വേറെ അവര് ചെയ്യുന്ന സർവീസിൽ ഏറ്റക്കുറച്ചിലൊന്നും വരുന്നില്ല. സ്ഥിരം അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ, സ്ഥിരം അങ്ങനെ തന്നെയായിരിക്കും. എന്നാ നോക്കിയേ, സ്റ്റാഫ് ക്യാൻ കീപ്പ്, ഔട്ട്സോഴ്സിംഗിലാണെങ്കിൽ സ്റ്റാഫ് ക്യാൻ കീപ്പ് ഓൺ ചേഞ്ചിങ്. അവിടെ സ്റ്റാഫ് മാറ്റം വരാം. കോൺട്രാക്ടർ വിളിക്കുന്നതിനനുസരിച്ചല്ല ആളുകൾ വന്നെ. അപ്പൊ ഇന്ന് ജോലിക്ക് ചെയ്യാൻ വരുന്ന ആളുകളായിരിക്കില്ല. അപ്പൊ നമ്മൾ പറയില്ലേ, ഇന്ന് ജോലിക്ക് വന്ന ആള് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സർവീസിന്റെ ക്വാളിറ്റി കൂടൂലേ? കൂടോ? നമ്മുടെ വീട്ടിൽ പണിക്ക് ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ പണിയാൻ ആളെ വിളിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലൊരു പണി നടക്കുകയാണ്. ആദ്യത്തെ 2 ദിവസം നമ്മൾ ഒരു ആളെ വിളിച്ചു, അപ്പൊ നമ്മൾ പറയും, അതെ, ആ പണി നല്ല ഫിനിഷിംഗ് ആട്ടോ, നല്ല നീറ്റ് ആട്ടോ ചെയ്യുന്നത്, അല്ലെ എന്ന് പറയും. ഇനി 2 ദിവസം, അടുത്ത ദിവസം നമ്മൾ വേറെ ആളായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ പറയും, മറ്റേ ആളായിരുന്നു നല്ലത്, അയാളുടെ നല്ല എന്താ പറയാ, അവര് ചെയ്യുന്ന ഇത് നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു, ഇയാൾ അത്ര പോരാ, ഇയാള് ചെയ്യുന്നില്ല. അതായത് അവിടെ എന്താ പറയാ, കോൺട്രാക്ടറാണ് അവിടെ ആളുകളെ ഇതാക്കുന്നത്, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പൊ ആദ്യത്തെ ആള് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ആൾ മാറി വരുമ്പോ ചെയ്യുന്നത്. ആ സർവീസിന്റെ ആ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെടും. ഇപ്പൊ മനസ്സിലായോ എന്താ ഉദ്ദേശിക്കുന്നതിനുള്ളത്? മറ്റത് എന്നും വന്ന ആളുകൾ തന്നെയാ ചെയ്യുന്നത്. അപ്പൊ ഒരേപോലെ കൂടൂല, പറയൂല, ഒരേ ലെവലിൽ അങ്ങ് പോകും. പക്ഷെ ഇവിടെ ആളുകൾ മാറി വരും. ഔട്ട്സോഴ്സിംഗിലാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് മാറി വരും, അല്ലെ? പല ആളുകളായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആളുകളെ അനുസരിച്ച് അല്ലെ വ്യത്യാസപ്പെടാം. സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ദ സർവീസ് ക്യാൻ വേരി. ജീവനക്കാർ അവിടെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്ത് പറ്റും? സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെടാം, സർവീസിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെടാം. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്ത കേട്ടോ? 4ാമത്തെ പോയിന്റ് പറയുന്നേ ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ലീവ് ഫോർ അവൈലബിലിറ്റി ഓഫ് ദ സ്റ്റാഫ്. ഇനി ലീവ് എങ്ങനെയാന്ന് നോക്കിയേ. നോ ലീവ് റിലീഫ് ഇല്ല. ഇതാണ് ലീവ് ഇല്ല എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേക്കണേ? ഇപ്പൊ അവർക്ക് ചിലപ്പോ ഒരു ക്യാഷ് ലീവ് ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്ലി ചിലപ്പോ 2 ക്യാഷ് ലീവ് ആയിരിക്കും. അത് അവർക്ക് എടുക്കാം. പിന്നെ വേറെ ലീവ് ഉണ്ട് അവിടെ, അവര് വന്നോളം ജോലിക്ക്, അല്ലെ? അവർക്ക് ആ ഒരു ലീവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാ? ഇവിടെ നമ്മൾ ഔട്ട്സോഴ്സിംഗിലാണെങ്കിലോ, കോൺട്രാക്ടർ പ്രൊവൈഡ്സ് ലീവ് റിലീഫ്. കോൺട്രാക്ടറിന് ലീവ് റിലീഫ് കൊടുക്കാം, ലീവ് കൊടുക്കാം. സോ സ്പെസിഫൈഡ് ഇൻ ദ TORS ടേംസ് ഓഫ് റെഫറൻസ്. അതായത് റെഫറൻസ് അനുസരിച്ച് ആ കരാറുകാരൻ അയാള് അവധിക്ക് ഇളവ് കൊടുക്കാം. അയാള് ഡിപ്പെൻഡ് ചെയ്തു, ആ കോൺട്രാക്ടറാണ് നിയമിക്കുന്നതും എല്ലാനും, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അയാൾക്ക് ലീവ് റിലീഫ് കൊടുക്കാം, ലീവ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഫിക്സ്ഡ് ആണല്ലോ അവര്. അപ്പൊ അവർക്ക് വർക്കിംഗ് ആണ്, അവർക്ക് ചിലപ്പോ മന്ത്ലി ഒരു ലീവ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അവര് പറഞ്ഞു ലീവ് ഇല്ല, നോ ലീവ് റിലീഫ്. ഓക്കെ,
അടുത്ത നോക്കിയേ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി ജോലിയുടെ തരംതിരിവ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാ? ആസ് ലെയ്ഡ് ഡൗൺ ബൈ ദ അതോറിറ്റീസ്, അല്ലെ? അധികാരികൾ നിശ്ചയിച്ച പ്രകാരമാണ് ജോലി. ഇന്ന ജോലി ഇന്ന ആളുകൾ. അവിടെ ആരാണ്? അതോറിറ്റീസ് ആണ് പറയുന്നത്, അല്ലെ? ആസ് ലെയ്ഡ് ഡൗൺ ബൈ അതോറിറ്റീസ്. ഇവിടെയോ ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട്. കോൺട്രാക്ടർ ആണ്. ഒരു കോൺട്രാക്ടറിന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ക്ലിയർ ആണോ? ആ കോൺട്രാക്ടർ ആണ് തീരുമാനിക്കുന്നത്. അയാളുടെ പ്രിഫറൻസിനനുസരിച്ചാണ്, ഒരു കരാറുകാരന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചാണ് ഏത് വരുന്നത്? നമുക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. Then ലാസ്റ്റ് ഏഴാമത്തെ എന്താ? എൻഷുറിങ് ക്വാളിറ്റി. ക്വാളിറ്റി ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. എങ്ങനെയാ? അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ചില സമയത്ത് നമുക്ക് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. ചിലപ്പോൾ ആ ക്വാളിറ്റി പരിപാലിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നേ? അതായത് നമുക്ക് അവിടെ പേരൊന്നും ഇല്ല, അതിൽ അത്രയും പേര് ആ ഹോസ്പിറ്റലിൽ ഉള്ളവര് തന്നെയാണ്, അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ചില സമയത്ത് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ചില സമയത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ചില സമയത്ത് നമുക്കത് ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ഇങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ ഇത് നോക്കി എന്താ? ഔട്ട്സോഴ്സിംഗിലാണെങ്കിലോ ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിച്ച് ഇൻബിൽറ്റ് പെനാലിറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് നമ്മളെ കറക്റ്റ് ആയിട്ട് പറയും. നമ്മൾ കോൺട്രാക്ട് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറയും ഇനി അവര് ചെയ്യുന്ന വർക്ക് ശരിയല്ല, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിഴ ചുമത്താം. എന്തെങ്കിലും നമ്മൾ റീഫണ്ട്, നമ്മൾ കൊടുത്ത പൈസ അല്ലെങ്കിൽ റീഫണ്ട് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെനാലിറ്റീസ് എന്ന് പറഞ്ഞാ എന്തെങ്കിലും പിഴ, പണിഷ്മെന്റ്, ഒരു പിഴ ഈടാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് ക്വാളിറ്റി നല്ലോണം ചെയ്യൂലേ? ചെയ്യോ? പുറമേ കൊടുത്ത് നമ്മൾ ചെയ്യിക്കാണ്. അപ്പൊ അവരെന്തെങ്കിലും മോശമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും അറിയാം, ദേ ഞങ്ങളാ ഇത് തന്നിട്ട് കരാറ് തന്നിട്ട് നിങ്ങൾ അതത്ര നല്ല രീതിയിലല്ല ചെയ്യുന്ന, അല്ലെ ക്വാളിറ്റി ഇല്ല, ഞാൻ അത്രയും പൈസ തരൂല. ഞാനൊരു 10,000 രൂപയ്ക്കായിരുന്നു കരാറ് ഞാൻ കൊടുത്തത്, പക്ഷെ ആ പെർഫോമൻസ് നോക്കിയപ്പോ എന്താണ് അത് ക്വാളിറ്റി അത്രയും നമ്മൾ പറഞ്ഞ രീതിയിലില്ല, ഞാൻ അതിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു 1000 രൂപ കുറച്ചേ തരുള്ളൂ, പറയാൻ പാടില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ അവര് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നില്ലേ? അവര് ഔട്ട്സോഴ്സിംഗ് സർവീസ് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നില്ലേ? അവര് പറഞ്ഞ ക്വാളിറ്റി തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്താലാണ് ആ എമൗണ്ട് അവർക്ക് കിട്ടുള്ളൂ. ഇവിടെ പിന്നെ അങ്ങനെയുള്ളതൊന്നുമില്ല. കണ്ടോ? ചില സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഇവര് ചെയ്താലും ചെയ്തില്ലെങ്കിലും എങ്ങനെ ചെയ്താലും അവർക്ക് ആ സാലറി പോലെ എത്ര രൂപ കിട്ടും. അപ്പൊ പിന്നെ അത് ഇതല്ലേ കാണിക്കുള്ളൂ, അല്ലേ? അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഇവിടെ നല്ല നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് അവര് ചെയ്യുന്നതിൽ എന്തെങ്കിലും പിഴ എന്തെങ്കിലും അല്ലേ? അതായത് നമുക്ക് എന്താ അവര് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അത് പെനാലിറ്റീസ് പിഴ പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവര് നല്ല ക്വാളിറ്റി എൻഷുർ ചെയ്യും, അല്ലേ? ക്വാളിറ്റി ഉറപ്പുവരുത്തും. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ടേബിൾ കേട്ടോ. 11 ഇൻഹൗസ് സർവീസസ്, ഔട്ട്സോഴ്സ് സർവീസസ്, അതിന്റെ ആ ഡിഫറൻസും കൂടിയാണ് അവിടെ കൊടുത്തേക്കണേ. ടേബിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ടേബിളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് ചോദിക്കാറില്ല. ഓക്കെ, ആറാമത്തെ എന്താ? ജോബ് ഡിസ്ക്രിപ്ഷൻ ആണോ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ജോലിയുടെ ആ തരംതിരിവ്. അതായത് എന്താ പറയാ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഹൗസ് സർവീസിലാണെങ്കിൽ ജോലി എത്ര പേർക്കാണ്? 10 പേർക്ക് വീതിച്ചു കൊടുത്തേക്ക്. അവിടെ വേറെ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല, ഇന്ന ആള് ഇന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇല്ല അവിടെ. ഇവിടെയോ ജോലി എങ്ങനെയാ? ആരുടെ ബേസ് ചെയ്തിട്ടാ? കോൺട്രാക്ടറിനെ ബേസ് ചെയ്തിട്ടാ. കോൺട്രാക്ടർ തീരുമാനിക്കും ആർക്കൊക്കെ ജോലി കൊടുക്കണം, അല്ലെ? റെഫറൻസ് ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്ടിന്റെ അതിന്റെ അനുസരിച്ചാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ്, അല്ലെ? നമ്മള് എന്താ പറഞ്ഞ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ വർക്ക് ഓഫ് ക്ലീനിങ്, അല്ലെ? ക്ലീനിങ് വർക്കുകള് അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഔട്ട്കം എന്താണ്? അതിന്റെ ഫലം എന്താണ്? ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം എന്താണ്? അടിക്കലും മാറലൊക്കെ വേണ്ടേ?
ക്ലീൻ ആക്കലൊക്കെ വേണ്ടേ ഹോസ്പിറ്റലില്? എന്താണ് അതിന്റെ ഫലം? അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്തത് കൊണ്ടുള്ള ഔട്ട്കം എന്താണ്? നമുക്ക് എന്താണ് ഫസ്റ്റത്തെ പോയിന്റ്? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. ഇതൊന്ന് ടിക്കിട്ട് വെച്ചോ കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഔട്ട്കം എന്തൊക്കെയാണ്? എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. അവോയ്ഡ് ചെയ്യുക, എന്താ? ഒഴിവാക്കുക. അവോയ്ഡ് ചെയ്യുക വെച്ചാൽ ഒഴിവാക്കുക. ആൻഡ് കൺട്രോൾ, എന്ത് ചെയ്യുക? ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക, ഇൻഫെക്ഷൻ ഒഴിവാക്കുക. ചെയ്യാൻ പറ്റൂലേ? നല്ല നീറ്റ് ആണല്ലേ, അടിക്കലും നല്ല ക്ലീൻ ആയിട്ട് തുടക്കൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അടിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് ഇൻഫെക്ഷൻ വന്നേ, മൈക്രോബ്സ് ഒക്കെ വന്നത് ഇൻഫെക്ഷൻ ആകുന്നത്. അപ്പൊ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും അത് ഒഴിവാക്കാനും അവോയ്ഡ് ചെയ്യാനും പറ്റും. രണ്ടാമത് നോക്കിയേ, കർട്ടൈൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. കർട്ടൈൽ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ് ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. അതായത് ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കുന്നു. അതെന്താ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നു കുറയ്ക്കുന്നു എന്ന് പറഞ്ഞേ? എന്താണ്? ആ ഹോസ്പിറ്റൽ നല്ല ക്ലീൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖമൊക്കെ മാറി പോരാൻ പറ്റൂലേ? ഇപ്പൊ നമ്മൾ രോഗമായിട്ട് ചെന്നു, അവിടെ ക്ലീൻ അല്ല, അവിടെ ചെല്ലുമ്പോ നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്താ പറയാ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്താ പറയാ, വല്ല ഇൻഫെക്ഷൻ ഒക്കെ വീണ്ടും വരാം ഇല്ലേ? അപ്പൊ കുറെ നാളും കൂടി നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് കൊണ്ട് കഴിയുന്നു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലില് എന്താ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ കുറയ്ക്കുന്നു. കട്ടേൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. ഹോസ്പിറ്റലില് അധിക സമയം ടൈം സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കുന്നു. അതായത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ മെസ്സേജ് ഇട്ടു, പെട്ടെന്ന് രോഗം മാറി പോകാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താ? റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറിലെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. എന്താ ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ കെയറിലെ മെഡിക്കൽ ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. എന്താണ്? നല്ല ക്ലീനും നീറ്റും ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ആളുകൾ വരുമോ? നമ്മൾ പറയൂലേ, ആ ഹോസ്പിറ്റൽ നല്ല ക്ലീൻ ആണ് കേട്ടോ, നല്ല നീറ്റ് ആണ്, വരൂലേ? ഹോസ്പിറ്റല് മനസ്സിലായില്ലേ? ഹോസ്പിറ്റല് നല്ല ക്ലീൻ ആണെങ്കിൽ കുറെ പേഷ്യൻസ് വരൂലേ? അപ്പൊ നമ്മളും ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ നമ്മൾ പറയും, നമ്മുടെ റിലേറ്റീവ്സിനോട് പറയും, വീട്ടിൽ ചെന്നു, ഹോസ്പിറ്റൽ നല്ല ക്ലീൻ ആണ്, നല്ല നീറ്റ് ആണ്, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ, നല്ല സർവീസ് ആണ് തരുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മുടെ ബന്ധുക്കളും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകും. അത് നമ്മൾ ചെന്നിട്ട് നമ്മൾ പറയണം, അയ്യോ ഹോസ്പിറ്റലിൽ പോവല്ലേ കേട്ടോ, ഒരു വൃത്തിമെനയില്ല, അത് മര്യാദയ്ക്ക് അടിച്ചു വാരല്ല, അല്ലെങ്കിൽ വേറൊന്നുമില്ല, അത് ചീത്തയാണെന്ന് പറഞ്ഞ പിന്നെ പോകുക നമ്മളെപ്പോഴും നമ്മളെ നീറ്റ് ആൻഡ് ടൈഡി അല്ലെ, നമ്മള് ഇതായിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ ഇങ്ങനെ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? അതായത് നമ്മൾ ഹോസ്പിറ്റലില് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരും. ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ആളുകൾ വരുമ്പോ ഹോസ്പിറ്റലിൽ എന്ത് കൂടും? ഇൻകം കൂടുമോ? അല്ലേ? അപ്പോൾ ഹോസ്പിറ്റലിലെ ഇൻകം കൂടുമ്പോൾ എന്താ കുറെ പേഷ്യൻസ് വരികയാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ നമുക്ക് എല്ലാവരും ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മേടിച്ചാൽ മതിയോ? ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മേടിച്ചാൽ മതി. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് റിഡക്ഷൻ. അപ്പൊ ആ പേഷ്യന്റിന്റെ ആ മെഡിക്കൽ കെയർ അതിന്റെ കോസ്റ്റ് കുറയൂലേ? കുറച്ച് പൈസയല്ലേ ഈടാക്കുള്ളൂ. ഇപ്പൊ ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ട് അപ്പൊ അതിനകത്ത് പേഷ്യൻസ് കുറവാന്ന് വിചാരിക്കുക, ഒരു അന്നോ ദിവസം ഒരു 100 പേഷ്യന്റ് വന്നോളൂ. അപ്പൊ എന്താ, ഹോസ്പിറ്റലിൽ കുറെ പൈസ വേണം അല്ലേ? അവിടുത്തെ ഓരോ കാര്യങ്ങൾ, സ്റ്റാഫിന് സാലറി കൊടുക്കണം, മറ്റുള്ള വർക്കുകളുടെ കാര്യങ്ങൾ ചെയ്യണം, കുറെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ വലിയ ചെലവാ. അപ്പൊ എന്ത് ചെയ്യും? ആ വന്ന പേഷ്യൻസ് പൈസ കൂടുതൽ മേടിക്കും വേണമെങ്കിൽ, അവരൊക്കെ മാനേജ് ചെയ്ത് പോണ്ടേ അല്ലേ? വന്ന ആളിൽ നിന്നുള്ള കാശ് കിട്ടിയിട്ട് വേണ്ടേ അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. അപ്പൊ കുറച്ചു പേരെ ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചു പേരെ ചെല്ലണമെങ്കിൽ അവരെ കത്തിവെക്കും അല്ലേ?
നമ്മൾ പറയില്ലേ കത്തിയിരിക്കുന്ന. അപ്പൊ എന്താ കൂടുതൽ കാശ് മേടിക്കും. ഇത് കുറെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ അവരൊരു റീസണബിൾ കോസ്റ്റില് നമുക്ക് അവിടുത്തെ സർവീസ് തരും. അപ്പൊ നമുക്ക് എന്താ ആ മെഡിക്കൽ കെയറിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ? കണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിക്കണോട്ടോ. അതാണ് അവന് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്. Then നോക്കിയേ, curtail പേഷ്യൻസ് സഫറിങ്. പേഷ്യൻസിന്റെ സഫറിങ് എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ടപ്പാടുകൾ. കർട്ടയിൽ എന്ന് വെച്ചാൽ റെഡ്യൂസ്, കുറയ്ക്കുക. പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നു. എല്ലാവരും ക്ലീൻ ആണ്, നീറ്റ് ആണ്. ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അടിച്ചു വരണം അല്ലെ? നമ്മൾ ചൂട് മേടിക്കണം, നമ്മൾ അടിച്ചു വരണം. അവർ അടിച്ചു തരാൻ വന്നില്ലെങ്കിലോ, എല്ലാ ദിവസവും ഹൗസ് കീപ്പിംഗ് നടത്തിയില്ലെങ്കിൽ എന്താ പറയാ, നമ്മളത് ക്ലീൻ ചെയ്യണം. നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റുമോ? നമ്മൾ വേണമെങ്കിൽ ചൂട് മേടിച്ചപ്പോ റൂം എടുത്തു, എല്ലാ ദിവസവും ക്ലീൻ വല്ലപ്പോഴും സ്വയം ചെയ്യേണ്ടി വരും. ശരിയാണ് അല്ലെ? നമുക്ക് സ്വയം ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പോയി ഷോപ്പിൽ പോയി ഒരു ചൂട് മേടിച്ചോണ്ട് വരും. എന്നിട്ട് നമ്മള് പിന്നെ ചൂട് മേടിച്ച് അടിച്ചുവാരി മേടിക്കണം അല്ലെ? അടിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ചെലവ് ഇങ്ങോട്ട് വരികയല്ലേ? നമ്മൾ എന്നിട്ട് നമ്മളുടെ എഫേർട്ട് കൂടുതലാണ്. നമുക്കപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ അവര് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യണല്ലോ. നമ്മളത് എന്താ പറയാ, പേഷ്യൻസിന്റെ ആ ഒരു ദുരിതം കുറയ്ക്കുന്നു. ഇതിപ്പോ ക്ലീൻ ആണ്, പിന്നെ നമുക്ക് വേറെ ബോധർ ചെയ്യണ്ട. അവിടെ പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നു. പിന്നെ ആണെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിലും വരില്ല, ആ രീതിയിലും പറയാം. നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ എല്ലാം ക്ലീൻ ആണ്. അപ്പൊ പിന്നെ വേറൊരു ഇൻഫെക്ഷൻ ഒന്നും വരൂല. അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ തന്നെ എടുത്താൽ മതി. ഹോസ്പിറ്റൽ ക്ലീൻ അല്ല എങ്കിലും നമുക്ക് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരാം. അപ്പോഴും പേഷ്യന്റിന് ദുരിതം കൂടൂലേ? ഒരു വേറൊരു രോഗമായിട്ടാ ചെന്നെ, പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ നീറ്റ് അല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇൻഫെക്ഷൻ വന്നു. അപ്പോഴും പേഷ്യന്റിന് എന്താണ്, നമുക്ക് ദുരിതം കൂടും. പക്ഷെ ഇവിടെ നല്ലൊരു ഹൗസ് കീപ്പിംഗ് ഉണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ദുരിതം കുറയ്ക്കുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നു. Then Indian cities public relation, അടുത്ത പോയിന്റ് ആട്ടോ. Indian cities public relation. Indian cities എന്ന് പറഞ്ഞാൽ തീവ്രമാക്കുക. ഒരു പബ്ലിക്കുമായിട്ട് നല്ല ബന്ധം അത് തീവ്രമാക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാ. നമ്മള് പബ്ലിക് നല്ലൊരു ബന്ധം ഉണ്ടാവില്ലേ? നമ്മള് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ ചെല്ലും. പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. നമ്മളും അങ്ങനെയല്ലേ? നമ്മൾ നീറ്റ് ആണെങ്കിലല്ലേ നമ്മൾ മറ്റുള്ളവരോട് പറയുള്ളൂ. അങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ കൂടാനായിട്ടും സാധ്യമാക്കുന്നു. അതിന്റെ തീവ്രത കൂട്ടുന്നു. അടുത്ത നോക്കി, ഇൻക്രീസസ് പോപ്പുലാരിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കി, അവിടെ എന്ത് എഴുതിയേക്കണെന്ന് നോക്കി. പോപ്പുലാരിറ്റി ഇൻക്രീസസ് പോപ്പുലാരിറ്റി, ജനപ്രീതി. അതൊന്ന് വെട്ടിക്കളഞ്ഞേ ഷഹനാസ്. അവിടെ ഒന്ന് വെട്ടിയിട്ടൊന്ന് കറക്റ്റ് ചെയ്തതിനും അവിടെ എഴുതി തന്നെ വെച്ചാൽ മതി. ഇൻക്രീസസ് പോപ്പുലാരിറ്റി, POPULARITY, പോപ്പുലാരിറ്റി. POPULARITY, പോപ്പുലാരിറ്റി. പോപ്പുലാരിറ്റി കൂടും, ജനപ്രീതി കൂടും. ആളുകൾ നമ്മുടെ കൂടെ ഒക്കെ പറയും അല്ലേ, നല്ല ഹോസ്പിറ്റലാണ്, അവിടെ നല്ല ക്ലീൻ ആണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആളുകളുടെ അല്ലെങ്കിൽ ജനപ്രീതി വർദ്ധിക്കുന്നു. ഇൻക്രീസസ് പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നു. അടുത്ത നോക്കിയേ, മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും പറഞ്ഞേക്കാണ്ടോ. മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്, കൂടുതൽ ആളുകൾ വരൂലേ ഹോസ്പിറ്റലിലേക്ക്? കണ്ടോ അല്ലേ? കൂടുതൽ ആളുകൾ വരും. മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്, കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യും. ഞാനിപ്പോ നല്ലതാട്ടോ, നീറ്റാട്ടോ, നല്ല ഇതാണ് എന്നൊക്കെ പറയുമ്പോ നമ്മള് അറിയാതെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകും. ഒരിക്കലും ഒരു നീറ്റ് അല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ? എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലെ രോഗം മാറാൻ കുറച്ച് മെഡിസിൻസ് മാത്രം കഴിച്ചാൽ പോരാ. ഇങ്ങനെയുള്ളതും ഹൗസ് കീപ്പിങ്ങും വേണ്ടേ? നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടണം അല്ലെ രോഗം മാറാൻ. അതാണ് ഏറ്റവും വലിയ ഇത് വേണ്ടത്. അപ്പൊ എന്താ, അങ്ങനെ കൂടുതൽ ആളുകൾ വരുന്നു. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതൊന്ന് കറക്റ്റ് ചെയ്തേ. തെറ്റാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തത്. SATISFACTIY, സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സംതൃപ്തി കൂടും, മികച്ച സംതൃപ്തി. നമ്മളോ സംതൃപ്തരാണ്. നമ്മൾ ആ സർവീസ്, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ നൽകുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മള് ആ ഹോസ്പിറ്റലിലെ സർവീസില് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തരാണ് അല്ലെ? മികച്ച പേഷ്യന്റിന് സംതൃപ്തി വരുന്നു.
Great patient satisfaction. പേഷ്യൻസിന്റെ മികച്ച സംതൃപ്തി. ക്ലിയർ ആയോ നോക്കിയേ? ഓക്കെയാണോ? യെസ്. അനുഷ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈഷ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടേ. ആർക്കാണ് ഡൗട്ട് ഉണ്ടായിട്ടാണോ അതോ ഓക്കെ ആണെന്നാണോ കമ്പ്യൂട്ടർ? സഹന, ഡൗട്ട് ഇല്ല അല്ലെ? അത് സാറ്റിസ്ഫാക്ഷൻ എന്നാട്ടോ ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഗ്രേറ്റ് പേഷ്യൻ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. SATISFACTION. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടാ കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. SATISFACTION. കറക്റ്റ് ചെയ്തില്ലേ അത്? ഓക്കെ. അത് ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തിട്ടോ പോയിന്റുകൾ. Then next one, okay, what is a hospital housekeeping checklist? എന്താണ് hospital housekeeping checklist? കേട്ടിട്ടുണ്ടോ അങ്ങനെ housekeeping checklist എന്ന്? അതായത് പേഷ്യൻസോ ഈ പേഷ്യൻസിന്റെ റൂമുകളിലൊക്കെ ഒരു അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷം എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹോസ്പിറ്റലിലൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ പടരുന്നത് നമുക്ക് തടയാനും പടരാതിരിക്കുന്നതിനും ഹൗസ് കീപ്പർമാര് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഹൗസ് കീപ്പർമാര് എന്താണ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്? എന്തിനാ ചെക്ക് ലിസ്റ്റ്? ചെക്ക് ചെയ്യാൻ, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്. ഹൗസ് കീപ്പിംഗ് വർക്കുകൾ ചെക്ക് ചെയ്യാൻ. അതായത് എന്താണ് ഉദ്ദേശം? ഹോസ്പിറ്റലില് ഒരു അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുക അല്ലെ, ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുക. അതിനു വേണ്ടിയിട്ട് ഹൗസ് കീപ്പർമാര് ഉപയോഗിക്കുന്നതാണ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ഡാഷ്. ആരാ ഉപയോഗിക്കുന്നത്? ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പേഴ്സ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. A hospital housekeeping checklist is used by hospital housekeepers. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? Okay. Hospital housekeeping checklist is used by, അതിൽ തന്നെ ഉണ്ട് ഓപ്ഷൻസ് നോക്കിയാൽ, ഹോസ്പിറ്റൽ ഹൗസ്കീപ്പർ, ഹൗസ്കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഹൗസ്കീപ്പേഴ്സ് ഉപയോഗിക്കുന്നു. ടു എൻകറേജ്, എന്തിനാണ് നമുക്ക് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ ദ പേഷ്യന്റ് റൂം. കണ്ടോ, പേഷ്യൻസിന്റെ റൂമുകളിൽ നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യൻസിന്റെ റൂമുകളിൽ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അണുവിയുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ. ആൻഡ് അവോയ്ഡ്, ഒഴിവാക്കാൻ, ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ആ റീസൺ എന്താണ്? പേഷ്യൻസിന്റെ റൂമുകളില് ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ് പ്രോത്സാഹിപ്പിക്കാൻ, ഹോസ്പിറ്റലിലെ റൂമുകളില് ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ് പ്രോത്സാഹിപ്പിക്കാൻ. Then, and to avoid the spread of hospital acquired infection. Hospital acquired infection avoid ചെയ്യാനും housekeeping checklist ഉപയോഗിക്കുന്നുണ്ട്. The checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedure. അവിടെ ചോദിക്കാറുണ്ട് കേട്ടോ, SOP യുടെ expanded form ചോദിക്കാറുണ്ട്. Standard operating procedure ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പാൻഡഡ് ഫോം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP, such as high touch surfaces,
room zoning and cleaning path. With the safety culture, hospital housekeepers can easily. അങ്ങനെ ഒരു നല്ലൊരു കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ്കീപ്പേഴ്സിന് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൈ ടച്ച് സർഫസസ്, ഹോസ്പിറ്റലിലെ ഉയർന്ന സ്പർശന പ്രതലങ്ങള്, then റൂം സോണിങ്, റൂം സോണിങ് ആൻഡ് ക്ലീനിങ് പാർട്സ്, ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സോപ്പ് എന്നാ പറയുന്നത്, സോപ്പി പിന്തുടരുന്നുകൊണ്ട് ഹോസ്പിറ്റലിന് എളുപ്പമാക്കുന്നതിനാണ്. അതായത് ഇതൊക്കെ ഫോളോ ചെയ്യാൻ ഹോസ്പിറ്റലിന് എളുപ്പമാക്കുന്നതിനാണ് ചെക്ക് ലിസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞേ, ചെക്ക് ലിസ്റ്റ് ഹാസ് ബീൻ ഫോംഡ്. എന്തിനാ രൂപീകരിച്ചേക്കണേ? ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഹോസ്പിറ്റൽ. എന്താണ്, ഈ ഹോസ്പിറ്റലില് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതിനാണ് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഹൈടെക് സർഫസസ്, റൂം സോണിങ് ആൻഡ് ക്ലീനിങ് പാർട്ട് വിത്ത് സേഫ്റ്റി കൾച്ചർ. നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സംസ്കാരം, ഒരു കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സിന് ഈസിയാണ് അല്ലെ, ഈസിലി അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലീനിങ് ഡ്യൂട്ടികളാണ് കേട്ടോ. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. പേഷ്യൻസ് റൂമിന്റെ ക്ലീനിങ് ഡ്യൂട്ടികള് ഇപ്പൊ ഓരോന്ന് 3 സെക്ഷനായിട്ട് കൊടുത്തന്നെ. പേഷ്യന്റ് റൂം, പേഷ്യന്റ് ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ഓക്കെ, ടെർമിനൽ റൂം ടാസ്കുകള്. പിന്നെ അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് എഴുതിയേക്കുന്നത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. മറ്റുള്ള ഹോസ്പിറ്റൽ ഏരിയാസിലൊക്കെ ഉള്ള ഡെയിലി ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ. അതിനകത്ത് ഒന്നാമത്തെ എന്താ? ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. പേഷ്യന്റിന്റെ റൂം. നിങ്ങളും ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടുണ്ടോ? അഡ്മിറ്റ് ഒക്കെ ആയിട്ടുണ്ടോ? പേഷ്യന്റിന്റെ റൂമിലെ ക്ലീനിങ്, നമ്മൾ കിടക്കുമ്പോ അവിടെ റൂം ക്ലീൻ ചെയ്യാൻ വരൂലേ? എന്തൊക്കെയാണ് അവിടെ പേഷ്യന്റിന്റെ റൂം ക്ലീനിങ് ക്ലീനിങ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഫോർ പേഷ്യന്റ് റൂംസ്? ഓക്കെ, ഫസ്റ്റ് നോക്കിയേ. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. നമ്മൾ നോക്കിയേ, വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്. അതൊന്ന് കോമോ വേണമെങ്കിൽ കേട്ടോ, ഒരുമിച്ച് വായിക്കണ്ട. നോക്കിയേ, നമ്മുടെ കൈകള് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, കൈകള് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. കണ്ടോ, ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ ധരിക്കുക. വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. എന്ത് ചെയ്യണം? ആദ്യം കൈകള് കഴുകുക, സാനിറ്റൈസ് ചെയ്യുക. അതിനുശേഷം ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ ധരിക്കുക. വിയർ എന്ന് വെച്ചാൽ ധരിക്കുക. എന്ത് ധരിക്കണം? ഡിസ്പോസിബിൾ ഗ്ലൗസ്. രണ്ടാമത് നോക്കിയേ, ലീവ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ. ക്ലീനിങ് കാർട്ട് എന്താ? ക്ലീനിങ് വണ്ടികളില്ലേ? കാത്തെന്ന് വെച്ച വണ്ടികള്, വണ്ടികൾ പോലെ ക്ലീൻ ചെയ്യാനുള്ള വണ്ടികൾ, അതാണ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാളിൽ വെക്കുക. Then set up a safety sign outside the ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈനുകൾ വെക്കുക. അതായത് അവിടെ അപ്പൊ റൂം ക്ലീൻ ചെയ്യാണ്, അത് നമ്മൾ പുറത്തുനിന്ന് അറിയാൻ വേണ്ടി, പെട്ടെന്ന് ആരും തള്ളി തുറന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡോറിന്റെ അവിടെ ക്ലീനിങ് നടക്കുക എന്നുള്ളത് കാണിക്കാൻ സേഫ്റ്റി സൈൻസ് ഡോറിന്റെ പുറത്ത് വെക്കുക. Then instantly strengthen the room. Strengthen, നേരെയാക്കുക, റൂം നേരെയാക്കുക. Vacant and reline trash cans. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? റൂമുകള് ഇപ്പൊ ക്ലീനിങ്ങിലല്ലേ, ക്ലീനിങ് ഡ്യൂട്ടി തന്നെയായിട്ട് പറഞ്ഞ റൂം നേരെയാക്കുക. റൂം നേരെയാക്കാന്ന് വെച്ചാൽ എന്താ? പ്രോപ്പർ ആയിട്ട് അടിച്ചു വാരി എന്തെങ്കിലും സാധനമൊക്കെ താഴെ ഉണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റിലിടുന്നതാണ് വേസ്റ്റിലിടുക. അങ്ങനെ മൊത്തം ആ റൂം ഒന്ന് അടുക്കി. നമ്മൾ അങ്ങനെയല്ല അടിക്കുമ്പോൾ എല്ലാം അടക്കി ഒക്കെ വൃത്തിയായിട്ട് വെക്കൂല്ലേ? വെറുതെ തറ മാത്രം ഇങ്ങനെ തൂത്ത് പോവുകയാണ് ചെയ്യണേ. സ്ട്രെങ്തൻ ദ റൂം, ആ റൂമും നമ്മൾ ക്ലീൻ ആക്കും. അടിക്കുമ്പോ ചെയ്യൂലേ നിങ്ങള്? അത് വെറുതെ ചൂലും കൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോവാണോ? അല്ല അല്ലെ? നമ്മള് സ്ട്രെങ്ത് നേരെയാക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് അടിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി കിടക്കുന്നുണ്ട്, താഴെ കിടക്കുന്നുണ്ട്, അതൊക്കെ നേരെയാക്കും. വേഗം ചാറ്റേറിയിലെ ട്രാഷ് ക്യാൻസ്, ചവറ്റുകുട്ടകള്, അതായത് ട്രാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വേസ്റ്റ് ബാസ്കറ്റ് അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു? അതൊക്കെ തൽക്ഷണം നേരെയാക്കുന്നു. അതായത് അതിനകത്ത് വേസ്റ്റുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കളയുന്നു.
അല്ലെ, അത് പുറത്ത് കളയുന്നു, എന്നിട്ട് അത് വേക്കന്റ് ആക്കി വെക്കും, ഒഴിവാക്കി വെക്കും. അത് നമ്മള് ഈ റൂം ക്ലീനിങ്, പേഷ്യന്റ് റൂം ക്ലീനിങ് ചെയ്യുന്ന അടിച്ചു വാരി അവര് പോകുമ്പോൾ ആ വേസ്റ്റും കൊണ്ടുപോകും അല്ലെ. എന്നിട്ട് ആ ട്രാഷ് ബാസ്ക്കറ്റ് അത് എന്താ പറയാ, അത് വേക്കന്റ് ആക്കി തന്നെ വെക്കും, തൽക്ഷണം നേരെയാക്കുന്നു. ക്ലീൻ, അടുത്ത ഫോർത്ത് പോയിന്റ് നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് സർഫസ് ഏരിയ. മുകളിലൊക്കെ മാറാല അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, ഉയർന്ന പ്രതലങ്ങള്, ഹൈ ടച്ച് സർഫസ് ഏരിയ, അതൊക്കെ ക്ലീൻ ചെയ്യുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു. ക്ലീൻ ചെയ്യുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്. ഡസ്റ്റ് എയർ വെന്റിലേഷൻ, അത് ഒന്ന് നോക്കിയ കറക്റ്റ് ആണോ എന്നുള്ളത്. വെന്റിലേഷൻ ആണ് കേട്ടോ. ഡസ്റ്റ് എയർ വെന്റിലേഷൻ, വെന്റിലേഷൻ, VENTILATION, വെന്റിലേഷൻ, വായു സഞ്ചാര മാർഗങ്ങൾ. വെന്റിലേഷനില്ലേ നമുക്ക് വായു പുറമേ അകത്തേക്ക് കടക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അകത്തുള്ള വായു പുറത്തേക്ക് പോകാൻ വെന്റിലേഷൻ ഉണ്ടല്ലോ, അതൊക്കെ. ലൈറ്റുകള്, ടെലിവിഷൻ സെറ്റുകള്, ആൻഡ് വിൻഡോ സിൽസ്, ജനൽപ്പടി. വിൻഡോ സിൽസ് എന്ന് പറഞ്ഞാൽ ജനലിന്റെ പടി. ഇതൊക്കെ നമ്മൾ ചെയ്യാറില്ല, പൊടി തൂക്കാറില്ല. ഇതൊക്കെ വെന്റിലേറ്ററിലെ ലൈറ്റ്, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ലൈറ്റ് ഊരി തുടച്ചിടും അല്ലെ, അതിന്റെയൊക്കെ പൊടിയൊക്കെ കളയും, അല്ലെങ്കിൽ നമുക്ക് ഡിമ്മായി പോകും അല്ലെ. കുറച്ചിങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിറച്ചും പൊടി പടലങ്ങളല്ലേ, അതൊക്കെ ആ ലൈറ്റിൽ വന്നിരിക്കും അല്ലെ. മിക്കവാറും ചെയ്യാറുണ്ട് നമ്മള്, ലൈറ്റൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഊരി തുടച്ചിടും അല്ലെ അവിടെ തന്നെ. അപ്പൊ നല്ല ലൈറ്റ് ആയിരിക്കും, നല്ല വെട്ടമായിരിക്കും അത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, പിന്നെ ടെലിവിഷൻ സെറ്റ്, TV ഒക്കെ നമ്മളൊന്ന് തുടച്ച് പൊടിയൊക്കെ തട്ടി വെക്കും. അതിന്റെ വിൻഡോ സിൽസ്, ജനൽപ്പടികള്, ഇതെല്ലാം തുടച്ചു വെക്കും. ഓക്കെ, 5 പോയിന്റ് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഓക്കെ, 5 പോയിന്റ്സ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, 2 മിനിറ്റ് കൂടെ ഉണ്ട് അല്ലെ. നമ്മൾ വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ഹാൻഡ്സ് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, എന്ത് ചെയ്യുക, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസ് ധരിക്കുക. പിന്നെ വണ്ടികള് ക്ലീനിങ് കാർഡ് ഹാളിൽ വെക്കുക, പിന്നെ ഡോറിന്റെ പുറത്ത് ആ സേഫ്റ്റി സൈനുകൾ വെക്കുക, റൂമുകൾ നേരെയാക്കുക, ഈ ചവറ്റുകുട്ടകള്, വേസ്റ്റ് ബാസ്ക്കറ്റ് അതൊക്കെ ഇല്ല, അതിലെ ചപ്പു ചവറൊക്കെ കളഞ്ഞ് അത് വേക്കന്റ് ആക്കി ഒഴിവാക്കി വെക്കുക. പിന്നെ ഉയർന്ന സ്പർശന പ്രതലങ്ങള് മുകളിലൊക്കെ നമ്മള് എന്ത് ചെയ്യുക, മാറാലയും അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ പൊടി തട്ടുക, എന്തൊക്കെയാ, എയർ വെന്റിലേഷൻ, വെന്റിലേഷനിലെ ലൈറ്റ്, ടെലിവിഷൻ സെറ്റ്, വിൻഡോ സിൽസ്, ജനൽ പടികള്, ഇവിടെയൊക്കെ പൊടി ഉണ്ടാവും അല്ലെ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, പൊടി തട്ടുക. അത്രയും കാര്യങ്ങളാണ് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം എന്നുള്ളത് പറഞ്ഞിട്ടോ. ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയേക്കാണ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, പെട്ടെന്ന് നമ്മുടെ കോഴ്സ് ഒക്കെ തീരാറായില്ലേ, ചാപ്റ്റർ ഒക്കെ തീർന്നു, എക്സാമുകളും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയൊക്കെ നോക്കാം കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂട്ടോ, ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് പോരാ കേട്ടോ.